ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ലണ്ടന്റെ ഹൃദയഭാഗത്ത് നഗരത്തിന്റെ തിരക്കിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞ് റെഡ് ബ്രിഡ്ജില് മായാജാലം പോലെ വിരിയുന്ന ഒരു മനോഹരമായ പൂന്തോട്ടത്തിലാണ്. ഇത് ഒരു വീടിന്റെ അങ്കണത്തെ തന്നെ സ്വപ്ന ലോകമാക്കുന്ന ഒരു അതുല്യ സൃഷ്ടിയാണ്. ലണ്ടൻ മലയാളികളായ ശൈലശ്രീ പിള്ളയും ശ്രീകുമാർ പിള്ളയും സ്നേഹത്തോടെ വളർത്തിയെടുത്ത ഒരു അതുല്യ സൃഷ്ടിയാണ് ഈ പൂന്തോട്ടം. അവരുടെ തിരക്കേറിയ പ്രൊഫഷണൽ ജീവിതത്തിലെ ഹോബിയും വിശ്രമ സമയത്തിലെ സമർപ്പണവുമാണ് ഈ തോട്ടത്തെ ഇന്ന് ഇത്രയും മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. ഓരോ സസ്യത്തിലും ഓരോ പൂവിലും അവരുടെ ഒന്നിച്ചുള്ള കരുതലിന്റെയും ആത്മാർത്ഥതയുടെയും താളം നിറഞ്ഞിരിക്കുന്നു. ശൈലശ്രീ ചേച്ചി തന്റെ ചെടികളെക്കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ തികച്ചും വാചാലയാകുന്നുണ്ട്. പച്ചപ്പിന്റെ പല നിറങ്ങളും പ്രകൃതിയുടെ സുഗന്ധവും സന്ധ്യയിൽ തളർക്കുന്ന മേഘപ്രകാശത്തിന്റെ മായയും ചേർന്ന് ഈ തോട്ടം ഒരു വീടിന്റെ ഭാഗം മാത്രമല്ല, മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു മിനി സ്വർഗഭൂമിയാണ്. ലണ്ടന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും പ്രകൃതിയുടെ ശാന്തത പകർന്നു നിൽക്കുന്ന ഈ തോട്ടം അത് കാണുന്ന ഏവരുടെയും മനസ്സ് ആദ്യ നോട്ടത്തിൽ തന്നെ സ്പർശിക്കുന്ന ഒരു മായാജാലം തന്നെയാണ്. ഇവരുടെ തോട്ടം ഒരു സാധാരണ പച്ചപ്പല്ല, അതൊരു സമ്പൂർണ്ണ പ്രകൃതി ലോകമായാണ് എനിക്ക് തോന്നിയത്. മനോഹര നിറങ്ങളിൽ വിരിഞ്ഞുകിടക്കുന്ന അനവധി പൂക്കൾ വീടിനെ തന്നെ സുഗന്ധഭരിതമാക്കുമ്പോൾ, പച്ച പിടിച്ച പച്ചക്കറി തോട്ടം ദിവസവും പുതുമ നൽകുമ്പോൾ, തിളങ്ങുന്ന വാഴകൾ ലണ്ടന്റെ മണ്ണിൽ ഒരു നാട്ടിൻപുറത്തിന്റെ ഓർമ്മപടം വരയ്ക്കുന്നുവെന്നോണം നിൽക്കുന്നു. അതിലുപരി ഇവിടെയുള്ള ഫലവൃക്ഷങ്ങളുടെ വൈവിധ്യവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മധുരം നിറഞ്ഞ പ്ലമ്മിന്റെ വിവിധ വകഭേദങ്ങൾ, രുചിയേറിയ ആപ്പിൾ, മൃദുവായ പിയർ, കൂടാതെ രസമേറിയ ബ്ലൂബെറികൾ വരെ ഇവിടെയുണ്ട്. ഓരോ മരവും ഓരോ ഫലവും ഇവരുടെ സ്നേഹവും കരുതലും നിറഞ്ഞ കൈകളുടെ സാക്ഷ്യമാണ്. ഈ വീടിന്റെ മുൻവശത്ത് തന്നെ ഒരു വിശാലമായ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളുടെ ഒരു സമ്മേളനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ പുറകുവശത്തെ തോട്ടത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് വിവിധ നിറങ്ങളിലുള്ള പൂക്കളാണ്. ചുവപ്പ്, മഞ്ഞ, വയലറ്റ്, ഓരോ പൂവും രൂപത്തിലും സുഗന്ധത്തിലും അപൂർവത നിറഞ്ഞിരിക്കുന്നു. പ്രഭാത സൂര്യന്റെ മൃദുവായ കിരണങ്ങൾ ഇവയുടെ മുകളിലൂടെ പതിക്കുമ്പോൾ ഓരോ ഇതളും സ്വർണത്തിന്റെ സ്പർശം ഏറ്റുപിടിക്കുന്നുവെന്നും തോന്നും. അങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ നമ്മെ വരവേൽക്കുന്ന മറ്റൊരു ലോകം പച്ചക്കറിത്തോട്ടമാണ്. വിവിധ തരം തക്കാളികൾ, ഇലയിലെ സുന്ദരമായ പച്ചപ്പോടെ നിറഞ്ഞ സ്പിനാച്ച്, ബ്രോക്കോളിയുടെ ചെറു കൊമ്പുകൾ, പാവയ്ക്ക, കാട്ടിൽ ആടിയുലയുന്ന പടവലങ്ങ, പച്ചമുളകിന്റെ തഴച്ച വളർച്ച, എല്ലാമായി ഈ ഭാഗം ഒരു ജൈവ സമൃദ്ധിയുടെ ഉദാഹരണമാണ്. ഇവിടെ കണ്ണോടിച്ചാൽ തന്നെ മണ്ണിന്റെ മണവും കൃഷിയുടെ മനോഹാരിതയും ഹൃദയത്തെ സ്പർശിക്കുന്നു. ജോലിയുടെ തിരക്കിനിടയിൽ പോലും ഓരോ ചെടിയെയും കുഞ്ഞിനെ പോലെ പരിപാലിച്ചിട്ടുള്ളതിന്റെ തെളിവാണ് ഓരോ കൊമ്പും. പച്ചക്കറികളുടെയൊക്കെ വിളവെടുപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചേച്ചി നമ്മോട് പറഞ്ഞത്. ലണ്ടനിലെ തണുപ്പിനെ അതിജീവിച്ച് വളരാൻ ശ്രമിക്കുന്ന ഈ വാഴ നമ്മെ കുറച്ചു നേരമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നും. പീറ് കാച്ചു നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാല് ഒറ്റ നോട്ടത്തിൽ പച്ച മാങ്ങയാണെന്നേ തോന്നുള്ളൂ. മുറ്റത്തിന്റെ ഒരു കോണിൽ പഴുത്തു പാകമായി മധുരം കിനിയുന്ന ബ്ലൂബെറീസ്,
അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ശൈലശ്രീ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പുതിയ അറിവായിരുന്നു. അതായത് ഇതിന് മഴവെള്ളമാണത്രേ യൂസ് ചെയ്യുന്നത്. മഴവെള്ള സംഭരണി ഉപയോഗിച്ച് മഴവെള്ളം കളക്ട് ചെയ്താണത്രേ ബ്ലൂബെറീസിന് നനയ്ക്കുന്നത്. എന്നാൽ മാത്രമേ ബ്ലൂബെറീസിന് നല്ല കായ്ഫലം ഉണ്ടാകൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. ആമസോണിൽ നിന്നും വാങ്ങിയ ഒരു പ്രത്യേക തരം ഫ്രൂട്ട് പിക്കർ വെച്ചാണ് ചേച്ചി മുകളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചെടുക്കുന്നത്. അങ്ങനെ എനിക്കും കിട്ടി മധുരം കിനിയുന്ന കുറച്ച് പ്ലംസ്. ഇവിടുത്തെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. എന്നാലും എനിക്ക് കുറച്ച് നല്ല മധുരമുള്ള പ്ലംസ് കിട്ടി. ഈ ആപ്പിൾ മരത്തിൽ ആപ്പിൾ പാകമായി വരുന്നതേ ഉള്ളൂ. ഈ തോട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിനെ സൃഷ്ടിച്ച മനുഷ്യരുടെ ഹൃദയമാണ്. ശൈലശ്രീ പിള്ളയുടെയും ശ്രീകുമാർ പിള്ളയുടെയും അടങ്ങാത്ത സ്നേഹവും സമർപ്പണവുമാണ് ഈ തോട്ടത്തെ ജീവിപ്പിക്കുന്നത്. അവരുടെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഓരോ സ്പെയർ മിനിറ്റും അവർ തോട്ടത്തിൽ ചെലവഴിക്കുന്നു. മണ്ണ് കയ്യിൽ പിടിച്ച് ഓരോ ചെടിയോടും സംസാരിച്ച് പ്രൂണിംഗ്, വാട്ടറിംഗ്, ഡെയിലി കെയർ എല്ലാം ഇവരുടെ പ്രിയപ്പെട്ട ദിനചര്യയാണ്. തോട്ടം വളർന്നു പുഷ്പിച്ചപ്പോൾ അത് ഇവർക്കൊരു സാധാരണ ഹോബി അല്ലാതായി. അത് സന്തോഷത്തിന്റെ ഒരു സ്രോതസ്സാണ്, ഒരു ആത്മശാന്തി, ഒരു ആത്മീയ ആശ്വാസം. ഈ തോട്ടം സന്ദർശിക്കാൻ വരുന്നവർക്ക് പോലും ഇവിടുന്ന് ലഭിക്കുന്നത് ഒരു പ്രത്യേക ഊർജമാണ്. ഈ മനോഹരമായ ഗാർഡനില് ഒരു വീഡിയോ ചിത്രീകരണത്തിനുള്ള അവസരം ഒരുക്കി തന്ന എൻ്റെ കൂട്ടുകാരി വീണയ്ക്കും അതുപോലെ ശൈലശ്രീ ചേച്ചിക്കും ശ്രീകുമാർ ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വീടിന് പുറത്ത് മാത്രമല്ല, വീടിനുള്ളിലും ധാരാളം ജീവനുള്ള പ്ലാന്റ്സ്. വിവിധ തരം ഓർക്കിഡുകളും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം നമുക്ക് ചേച്ചിയുടെ കിച്ചണിലും ലിവിംഗ് റൂമിലും ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചെമ്പരത്തി എനിക്കൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. ഒരേ ചെടിയിൽ തന്നെ 2 കളറിലുള്ള പൂക്കള്, മഞ്ഞയും പിങ്കും. അതും ഒരു പൂവിൽ തന്നെ 2 കളറുള്ള പൂക്കളും അതിനകത്ത് ഞാൻ കണ്ടു. കാറ്റിലും വെളിച്ചത്തിലും വീശി മറിയുന്ന പൂക്കളെയും ഓരോ കാലാവസ്ഥയിലും മാറ്റം കൊണ്ടുവരുന്ന ഫലവൃക്ഷങ്ങളെയും തണുപ്പിനെ അതിജീവിച്ച് മുന്നോട്ട് വളരുന്ന വാഴകളെയും ദിനംപ്രതി പച്ചപ്പ് പകരുന്ന പച്ചക്കറികളെയും കാണുമ്പോൾ ഈ തോട്ടം ഒരു വീടിന്റെ ഭാഗമല്ലെന്ന് വ്യക്തമാണ്. ഇത് ജീവിക്കുന്ന ഒരു സ്വപ്നം, സംഘർഷത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും പൂത്തുലയുന്ന ഒരു അത്ഭുത ലോകം. കണ്ണും മനസ്സും നിറയുന്ന കാഴ്ചകളുമായി ഞാൻ മടങ്ങുമ്പോൾ എൻ്റെ കൈ നിറയെ കുറേ ചെടികളും ചെടികളുടെ വിത്തുകളും ധാരാളം ഫ്രൂട്ട്സും തന്നാണ് ചേച്ചി ഞങ്ങളെ മടക്കി അയച്ചത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇത്തരം വീഡിയോസ് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.